ഞാൻ 2020 പൊതു തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അന്ന് 18 വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. അത് പൂങ്കോട് വാർഡിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. പക്ഷേ അന്നത്തെ ഇലക്ഷന് പ്രത്യേകിച്ച് അവർ എനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇലക്ഷന് ശേഷമല്ല, ശരിക്കും ഞാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം തന്നെ വീട്ടിൽ ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന കുട്ടികളെ ഓരോരുത്തരെയായിട്ട് അവർ പിൻവലിക്കുകയും അവരോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളെ പല കാരണങ്ങൾ പറഞ്ഞ് ട്യൂഷനിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. വ്യാപകമായ രീതിയിൽ എനിക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, എനിക്കെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് അന്ന് കണ്ടത്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തവണ ഒരു ഇലക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ശരിക്കും അവരെ ഭയന്നിട്ട് തന്നെയാണ്. ഞാൻ ഭയങ്കര തൻ്റെടിയാണ് എന്നൊക്കെ അവർ പറയുന്നെങ്കിലും ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഒരു സമയത്ത് എല്ലാ തൻ്റെടവും നമുക്ക് ഒരുമിച്ച് കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തവണ ആദ്യം ഞാൻ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തത്. അപ്പോൾ അന്നത് ഞാൻ സാക്ഷി TV-യുമായിട്ട് എൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ മത്സരിക്കുന്നില്ല, പക്ഷെ പൂങ്കോട് വാർഡിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് UDF നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പൂർണ്ണമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ പൂങ്കോട് വാർഡിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്ന് എൻ്റെ പാർട്ടിയിലെ സ്ഥാനം പോലും രാജിവെച്ചുകൊണ്ട് ഞാൻ നിന്നത്. പക്ഷെ ഇപ്പോഴ് ഒരുപാട് ആരോപണങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത വിധത്തിൽ വ്യാപകമായ രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ, വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എന്താ ഇപ്പോൾ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെയാണ്. അതാണ് ഇന്ന് അനൗൺസ്മെന്റ് വാഹനത്തിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ അണികളായിരുന്നു ഓരോ വീട്ടിലുമൊക്കെ കയറി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നേതാക്കന്മാർ തന്നെ ഓരോ വീട്ടിൽ കയറി എനിക്കെതിരെ ഓരോ ആരോപണങ്ങൾ പറയുകയാണ്. ഇന്നിപ്പോൾ അനൗൺസ്മെന്റിന് പോകുന്ന വാഹനത്തിൽ പോലും വ്യക്തിപരമായിട്ട് എന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞവർ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഇപ്പോൾ നേരിടുക എന്നുള്ള ഒരു മാനസിക വിഷമത്തിലാണ് ഞാൻ. എനിക്ക് അറിയത്തില്ല. കാരണം അത്രത്തോളം മനപ്രയാസം ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ തയ്യാറായത് തന്നെ. എൻ്റെ ഭർത്താവിൻ്റെ മരണം പോലും എനിക്കെതിരെയുള്ളൊരു ആയുധമാക്കിക്കൊണ്ടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചിരുന്നതാണ്. പക്ഷേ ആ മരണത്തിനെതിരെ അന്ന് പോലും ഉണ്ടാവാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് അവരിപ്പോൾ പറയുന്നത്. ഒൻപത് വർഷം മുമ്പ് മരണപ്പെട്ടയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ പോലും, അദ്ദേഹത്തിൻ്റെ മരണത്തിനെതിരെയും ഒക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി എത്രത്തോളം തരം താഴാവോ അത്രത്തോളം അവർ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ കൂടെ ബന്ധുവാണ്. പക്ഷെ അത് അവർ മറന്നുകൊണ്ടാണ് ഇപ്പം എനിക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കതിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അത്രത്തോളം തന്നെ വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോഴും എൻ്റെ ഭർത്താവ് മരണപ്പെട്ട ആളായിരുന്നു. അന്നൊന്നും ഇതുപോലെ ഒരു ആരോപണം എനിക്കെതിരെ അവർ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പല വീടുകളിലും വളരെ വ്യാപകമായിട്ട് എനിക്കെതിരെ അവർ പറയുകയാണ് ഇത്തരം ആരോപണങ്ങൾ.
എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം. അവർക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം സഹകരിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെങ്കിൽ പോലും LDFിലെ പല നേതാക്കളുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത സഹകരണമാണ് ഉണ്ടായിരുന്നത്. അവരുടെയൊക്കെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതാണ്. ഈ പറഞ്ഞ ഈ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എൻ്റെ ബന്ധുവാണ്, അവളെ ഞാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കുട്ടികളെ മിക്കവാറുമുള്ള എല്ലാ പാർട്ടിക്കാരുടെയും മക്കളെ ഞാൻ പഠിപ്പിച്ചിരുന്നതാണ്. എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ അന്ന് അവരുടെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ നല്ലവളായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് നിന്നപ്പോഴും എനിക്കെതിരെ ഇങ്ങനൊരു ആരോപണം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എൻ്റെ ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞ് 9 വർഷങ്ങൾക്ക് ശേഷം എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായ വിഷയങ്ങളൊക്കെ കാരണമാണ്. ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും അന്ന് കഴിഞ്ഞ തവണ പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ചില വിഷയങ്ങളും ചില ഭീഷണികൾ എൻ്റെ തൊഴിലിൽ നിന്ന് എന്നെ ഉപരോധിക്കലൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത്. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോഴും സത്യത്തിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭയന്നിട്ട് തന്നെയാണ് ഞാൻ അന്ന് മത്സരിക്കുന്നില്ല എന്ന് വെച്ചത്. കാരണം ഇനിയും എൻ്റെ ജീവിക്കാനുള്ള എൻ്റെ തൊഴിലിനെയും ഒക്കെ നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ളൊരു സാഹചര്യങ്ങൾ വന്നപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചതാണ് ഞാൻ ശരിക്കും. പക്ഷെ എൻ്റെ പാർട്ടിയിൽ അന്ന് എന്നോടൊപ്പം പ്രവർത്തിക്കുകയും എന്നെ വിജയിപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത ആളുകൾ അത്രയും സ്നേഹമായിട്ട് എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് പിന്മാറാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും മത്സരരംഗത്തേക്ക് വന്നത്. എൻ്റെ പാർട്ടിക്കാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നതും മത്സരിക്കാമെന്ന് തീരുമാനിച്ചതും ഒക്കെ. അവരുടെ ഭീഷണികളും ഉപരോധങ്ങളും അതിനെയെല്ലാം നേരിടാനുള്ള കരുത്ത് പാർട്ടി എനിക്ക് തരാം എന്നുള്ള ഉറപ്പ്, അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ എന്താ പറയാ. എനിക്ക് പൂങ്കോട് വാർഡിലുള്ള പ്രിയപ്പെട്ട ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്നെ അറിയുന്നവരാണ് നിങ്ങൾ, എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ. ഈ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാബോസിന്റെ പത്രസമ്മേളനത്തിന്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. തത്സമയ ദൃശ്യങ്ങൾ പകർത്തിയത് ഗോപൻ ദുദൈ രാജ്മോഹൻ.